കാർഷിക വിദ്യാഭ്യാസ മേഖലകൾക്ക് ഊന്നൽ നൽകി മാറഞ്ചേരി പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് കാർഷിക വിദ്യാഭ്യാസ മേഖലകൾക്ക് സവിശേഷ ഊന്നൽ നൽകിക്കൊണ്ട് വൈസ് പ്രസിഡന്റ് ഖദീജ മൂത്തയിടത്ത് അവതരിപ്പിച്ചു. ഉൽപാദന മേഖലയിൽ 1,35,04,975 രൂപയും ഇതിൽ നെൽകൃഷി വികസനത്തിനായി 47,56,675 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. സുഫലം കാർഷിക പദ്ധതിക്കായി 1,45,200 രൂപയും പച്ചക്കറി വികസനത്തിന് 1,63,500 രൂപയും മാറ്റിവച്ചിരിക്കുന്നു. മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നീ മേഖലകൾക്കായി 14,86,500 രൂപയും ചെറുകിട വ്യവസായ വികസനത്തിനായി 30 ലക്ഷം രൂപയും ബജറ്റിലുണ്ട്. പ്രവാസി ക്ഷേമത്തിന് 1 ലക്ഷം രൂപയും വനിതാ ക്ഷേമത്തിനായി 13,25,000 രൂപയും ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി 42,70,75,000 രൂപയും വകയിരുത്തി. ആരോഗ്യരംഗത്ത് ജീവാമൃതം പദ്ധതി ഉൾപ്പെടെ 55,25,000 രൂപയുടെ പദ്ധതികളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഭവന നിർമ്മാണത്തിനായി 6,38,40,45,000 രൂപയും മാലിന്യ നിർമ്മാർജ്ജനത്തിനായുള്ള അഴകേറും മാറഞ്ചേരി പദ്ധതിക്ക് 20,90,000 രൂപയും നീക്കിവെച്ചു. വിദ്യാഭ്യാസ കലാ സാംസ്കാരിക മേഖലകളിൽ അംഗനവാടിയിൽ നിന്ന് IAS എന്ന നൂതന പദ്ധതി ഉൾപ്പെടെ 16 ലക്ഷം രൂപയും ദുരന്ത നിവാരണത്തിന് 3 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് മുൻഗണന നൽകിക്കൊണ്ട് റോഡ്, ഊർജം മേഖലകൾക്കായി 2,81,50,000 രൂപയും പട്ടികജാതി ക്ഷേമത്തിന് 41,79,000 രൂപയും കുട്ടികളുടെ ക്ഷേമത്തിനായി 95,22,000 രൂപയും മുതിർന്ന പൗരന്മാർക്കായി 5 ലക്ഷം രൂപയും ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആകെ 37,34,75,713 രൂപ വരവും 36,97,60,8,593 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ 37,08,120 രൂപയുടെ മിച്ചമാണ് കണക്കാക്കുന്നത്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ശിലകളായ ഗ്രാമസഭ, വർക്കിംഗ് ഗ്രൂപ്പ്, ആസൂത്രണ സമിതി, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ, നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങളാണ് വിവിധ മേഖലകളിലെ പദ്ധതികൾക്കായി ഏറ്റെടുത്തിട്ടുള്ളത്. കൃഷി, മണ്ണ് ജലസംരക്ഷണം, ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൽ, ഭക്ഷ്യ സ്വയം പര്യാപ്തത, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ആരോഗ്യ സംരക്ഷണം, സ്ത്രീ സംരക്ഷണം, സാമൂഹ്യ സുരക്ഷിതത്വം, കുടിവെള്ളം, സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ, ദാരിദ്ര്യ ലഘൂകരണം, ശിശു സംരക്ഷണം, പാർപ്പിടം, പ്രവാസി ക്ഷേമം, സമഗ്ര വിദ്യാഭ്യാസ പരിപാടി, സൽഭരണം ഉറപ്പുവരുത്തൽ, രോഗി സ്വാന്തനം, പരിചരണം, വയോജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, ഭിന്നശേഷിക്കാരുടെ ക്ഷേമവും ഉന്നമനവും, പട്ടികജാതി ക്ഷേമം, ഊർജം, പശ്ചാത്തല സൗകര്യ വികസനം, കൂടാതെ മാലിന്യമുക്തമായ ഹരിത ശുചിത്വ അഴകേറും മാറഞ്ചേരി എന്നത് പ്രധാന ലക്ഷ്യമാണ്. പൊന്നാനി മേഖലയിൽ CBSE ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ. 10 വരെയുള്ള എല്ലാ ക്ലാസുകളിലും CBSE NCERT സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ 6 വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത്. മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ലേണിംഗ് ബൈ ഡൂയിങ് പഠനമാണ് മോണ്ടിസോറിയുടെ പ്രത്യേകത. പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനോട് കൂടിയ അധ്യാപകരുടെ പരിശീലനം കുട്ടികളെ കൂടുതൽ മിടുക്കരാക്കുന്നു. IT ലാബ്, സയൻസ് ലാബ്, മാത്സ് ലാബ്, ഡിജിറ്റൽ ക്ലാസ് റൂം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബ്, കൗൺസിലിംഗ് ലാബ്, ഫസ്റ്റ് എയ്ഡ് റൂം, വിശാലമായ ലൈബ്രറി, ഓഡിറ്റോറിയം, പാർക്ക് എന്നിവയും ഹിലാലിന്റെ സവിശേഷതകൾ തന്നെ. വിദ്യാർത്ഥികളിലെ പഠന സംബന്ധവും വ്യക്തിപരവുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ചൈൽഡ് സൈക്കോളജി കൗൺസിലിംഗും സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നു. കുട്ടികളുടെ കലാകായികക്ഷമത ഉറപ്പുവരുത്തുന്നതിനായി മികച്ച അധ്യാപകരുടെ കീഴിൽ സ്പോർട്സ്, ഡാൻസ്, മ്യൂസിക്, യോഗ, തൈക്കോണ്ട എന്നിവ പരിശീലിപ്പിക്കുന്നു. സമസ്ത ബോർഡിന് കീഴിലുള്ള മദ്രസയാണ് സ്കൂളിൽ മതപഠനത്തിനായി നൽകുന്നത്. വിദ്യാഭ്യാസ നയത്തിൽ നൂതന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഹിലാൽ പബ്ലിക് സ്കൂളിലെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും വ്യക്തിത്വപരവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഉറപ്പുതരുന്നു. ഹിലാൽ പബ്ലിക് സ്കൂൾ, പൊന്നാനി.